പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാവേളയിൽ ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ കർത്താവ് തന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപകളെ ഓർക്കുകയാണ്. ഈ കാലയളവിലെല്ലാം ദൈവം നല്ലവനായി കൂടെ ഇരുന്ന് നമ്മളെ പരിപാലിച്ച് നടത്തിയ ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഈ സന്ധ്യാസമയം, ഈ സായാഹ്ന വേളയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ഈ വിലയേറിയ സമയത്തെ ഓർത്ത്, ഈ സാവകാശത്തെ ഓർത്ത്, ഇതിന്റെ മുഖാന്തരങ്ങളെ ഓർത്ത് ദൈവത്തിനെല്ലാം മഹത്വം അർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന എത്ര അത്ഭുതങ്ങൾ, ദൈവത്തിന്റെ പ്രവൃത്തികൾ അത്ഭുതങ്ങളാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ മഹിമയുള്ളതാണ്. ദൈവത്തിന്റെ പ്രവൃത്തികൾ കർത്താവിന്റെ നാമ മഹത്വത്തിനു വേണ്ടിയുള്ളതാണ്. നമ്മുടെ മഹത്വത്തിനല്ല. ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവനാമ മഹത്വത്തിനാണ്. ഈ സന്ധ്യാസമം ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. ഈ മീഡിയയിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന് അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസി റോസ്ലിൻ സുരേഷിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസിയിലൂടെയാണ് ഈ ഫേസ്ബുക്ക് പേജിനെ കുറിച്ച് പരിചയപ്പെടുവാനും ഇതിലേക്ക് കടന്നു വരുവാനുള്ള ക്ഷണം ലഭിക്കുവാനും ഇടയായത്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അധികം മുഖവരകൾ കൂടാതെ വിഷയത്തിലേക്ക് കടക്കുവാൻ ഞാൻ താൽപര്യപ്പെടുകയാണ്. ദൈവസ്നേഹത്തിൽ നമുക്കായിരിക്കാം. എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും സ്തോത്രത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ, അത് നമ്മുടെ വിശ്വാസത്തെ ഒരിക്കൽ ഒരു അളവ് കൂടി ഉറപ്പിക്കുന്നതായി തീരുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമ്മളെ ധാരാളമായി, നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹിച്ച് പരിപാലിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ ഇന്ന് സന്ധ്യാസമയം കടന്നു വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവും അതിന്റെ അനന്തരഫലങ്ങളും എന്ന ഒരു വിഷയമാണ് നിങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച് ദൈവത്തിൽ ശരണപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ആവശ്യമായ പ്രകാശനം തന്ന്, ആത്മാവിന്റെ കൃപ തന്ന് നമ്മളെ നിലനിർത്തുവാൻ, ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം ഇടയാക്കുന്നതിനു വേണ്ടി ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് സമസ്തവും ഭരമേൽപ്പിച്ച് സ്തോത്രത്തോടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാളുകളായി കാത്തിരുന്ന ഒരു വിഷയമായിരുന്നു മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ആ മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിക്കുവാൻ, അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ, വിശുദ്ധ ബൈബിളിന്റെ ഉപദേശത്തിന്റെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേലയാണ്. മനുഷ്യന്റെ വീണ്ടെടുപ്പാണ് പ്രധാനമായ ഒരു ഉപദേശം. ക്രിസ്തുമാർഗത്തിന്റെ കാതലായ വിഷയമാണ് മനുഷ്യന്റെ വീണ്ടെടുപ്പ്. ഈ വീണ്ടെടുപ്പിന് ആധാരമായിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണമാണ് എന്ന് നമുക്ക് വ്യക്തമായും ശക്തമായും വേദപുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം മൂലമാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധിച്ചത്. ജനിക്കുന്ന ഒരു മനുഷ്യൻ മരിക്കുന്നു, അതൊരു സ്വാഭാവിക കാര്യമാണ്. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചത് തന്നെ ഒരു വ്യത്യസ്തമായ തോതിലുള്ള ജനനം. തന്റെ ജനനം തന്നെ തന്റെ പ്രത്യേകമായ ഒരു ദൌത്യം നിർവഹിക്കുന്നതിനു വേണ്ടിയായിരുന്നു, മരിക്കുന്നതിനു വേണ്ടിയാണ്. മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി മരിക്കുവാൻ, മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കർത്താവായ യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമുക്കറിയാം, ദാനിയേൽ പ്രവചനത്തില് 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: 69 ആഴ്ചവട്ടത്തിന് ശേഷം, 69 ആഴ്ചവട്ടത്തിന് ശേഷം അഭിഷിക്തൻ കൊല്ലപ്പെടും, അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ദാനിയേൽ 9:26 നമ്മളത് വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തന പുസ്തകം 22:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും അവന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്ന് തുടങ്ങുന്ന മിശിഹായുടെ ഭാഷണങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, അത് ദാവീദിലൂടെ രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് പ്രസാദമായി. തന്റെ ഏകജാതനായ പുത്രനെ തകർത്ത് കളയുവാൻ ദൈവം പ്രസാദിച്ചു. പ്രൈസ് ദി ലോർഡ്. എത്ര ഹൃദയഭേദകമായ ഒരു വിഷയമാണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും.
യെശയ്യാവ് പ്രവചനം 53 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അതാണ്. അവിടെ നമ്മൾ കാണുന്നു, അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നു, അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു എന്നവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്തു. അവൻ ഒരു അകൃത്യയാഗമായി തീർന്നു. 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. അവൻ ഒരു അകൃത്യയാഗമായി തീർന്നു. അതോടുകൂടി എന്താണ് ഫലമുണ്ടായത്? അവൻ സന്തതിയെ കണ്ടു, ദീർഘായുസ് പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്കുകളെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണം ഇറ്റ് വാസ് എ വെൽ പ്ലാൻഡ് പ്രോഗ്രാം ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഒരു നല്ല ഒരു പദ്ധതിയായിരുന്നു. ഇറ്റ് വാസ് ഓർഗനൈസ്ഡ് ബൈ ഗാഡ്, ഇറ്റ് വാസ് ഹാൻഡിൽഡ് ബൈ ഗാഡ്. ദൈവമാണ് ഇതെല്ലാം ചെയ്തെടുത്തത്. തന്റെ ഓമനകുമാരനെ മനുഷ്യനായി ഭൂമിയിലേക്ക് അയക്കുന്നതും നമുക്ക് വേണ്ടി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിനെ മരണത്തോളം താഴ്ത്തി നമുക്ക് വേണ്ടി മരണം ഏറ്റെടുത്ത കർത്താവ്, പാപമില്ലാത്തവൻ തനിക്കായി സ്വയം പാപമാക്കിയ അവസ്ഥകൾ, ഇതൊക്കെയും നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇന്ന് സന്ധ്യാസമയം നമ്മൾ ഈ വിഷയങ്ങളെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൊന്ന് കത്തുവാൻ, ആത്മാവിന്റെ ജ്വാലയൊന്ന് കത്തുവാനിടയാകണം. ഒരു വെറും വചന കേൾവിയായിട്ട് മാറാതെ, ഒരു പ്രസംഗം കേൾക്കുന്നു എന്ന വ്യാജേന അത് കൈകാര്യം ചെയ്യാതെ, ഇന്നത്തെ കേൾവി, ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യതിയാനം വരുത്തുവാൻ, ഒരു ട്രാൻസ്ഫർമേഷൻ വരുത്തുവാൻ, ഒരു മാറ്റമുണ്ടാക്കുവാൻ കഴിയണം. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മൾ പ്രാർത്ഥനയോടെ ഈ വിഷയത്തിന്റെ മുൻപിൽ ഇന്നായിരിക്കുന്നത്. സാത്താൻ ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമല്ല. കാരണം സാത്താന്റെ മേൽ ജയം കൊണ്ടാടിയ വിഷയമാണ് ക്രൂശിന്മേലുള്ള യേശുവിന്റെ മരണം. യേശുവിന്റെ മരണത്താൽ സാത്താനെയും അവന്റെ സൈന്യത്തെയും തോൽപ്പിച്ചു, കാൽവറിയിൽ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാട്ടുകാരനോട് ചേർന്ന് നമ്മൾ പാടുന്നുണ്ട്, സാത്താനെയും സൈന്യത്തെയും കാൽവറിയിൽ തോൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ഈ വിഷയത്തെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുവാൻ സാത്താൻ ആഗ്രഹിക്കും. എല്ലാവർക്കും ഇതിന്റെ ഒരു ബോധ്യം ലഭിക്കാതെ ഇരിക്കുവാൻ, ബുദ്ധിയെ അഫലമാക്കുവാൻ ശ്രമിച്ചേക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിന്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുത്തിയെന്ന് വന്നേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ ശക്തമായ പ്രവർത്തനം നമ്മുടെ മധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ അന്ധകാര വ്യാപാരങ്ങളും ദുഷ്ടപ്പോരുകളും മാറിപ്പോയി ദൈവത്തിന്റെ നാമം ഇന്ന് രാത്രികാലം മഹത്വമെടുക്കുവാനിടയാവണം. ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലായി തീരുവാനിടയാകണം. ഈ ഇന്ന് സന്ധ്യാസമയത്തെ ഈ വചന കേൾവി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് കാരണമായി തീരണം. എ ട്രാൻസ്ഫോർമേഷൻ. ഇതുവരെ പോയ പാതയിൽ നിന്നല്ല, അതിലും ഉത്തമമായതൊന്ന് തെരഞ്ഞെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രാധാന്യത നമ്മൾ ചിന്തിക്കുമ്പോൾ, കർത്താവ് നമ്മൾ ചിന്തിച്ചതുപോലെ മരിക്കുവാൻ വേണ്ടിയാണ് വന്നത്. മരിക്കുവാൻ വേണ്ടിയാണ്. എബ്രായ ലേഖനം 2 അധ്യായം 14-15 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഒന്നാമത്തെ പ്രാധാന്യത അതാണ്. വളരെ വ്യക്തമായി ഗ്രന്ഥകാരൻ അത് എഴുതുകയാണ്, അപ്പോസ്തലൻ അത് എഴുതുകയാണ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ സാദൃശ്യമുള്ളവനായി തീർന്നു, ജഡരക്തങ്ങളോട് കൂടിയവനായി തീർന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ദൗത്യം ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായി പിറന്നു വന്നു, ദൈവം മനുഷ്യനായി ഇറങ്ങി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം നിസ്തുല്യമായ ഒരു മരണമാണ്. നിസ്തുല്യമായ ഒരു മരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോ അവൻ വന്നത് അനേകർക്ക് തന്റെ ജീവൻ മറുവിലയായി കൊടുക്കുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 തീമോഥെയോസ് 1:9-10 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും
സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അവൻ നമ്മെ രക്ഷിച്ചു, വിശുദ്ധ വിളിയാൽ വിളിച്ചു. നമ്മളെ വിളിച്ചത് ഒരു വിശുദ്ധ വിളിയാലാണ്, നോർമൽ വിളിയല്ല. ഒരു വിശുദ്ധ വിളിയായി നമ്മളെ ഒരു വിശുദ്ധ ജനമാക്കി തീർക്കുവാൻ, രാജകീയ പുരോഹിത വർഗമാക്കി തീർക്കുവാൻ ദൈവം നമ്മളെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. മാത്രമല്ല, അത് നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, നമ്മുടെ പുണ്യപ്രവൃത്തികൾ കണ്ടുകൊണ്ടോ, നമ്മുടെ മാന്യത കണ്ടുകൊണ്ടോ, നമ്മുടെ നല്ല സ്വഭാവം കണ്ടുകൊണ്ടോ, നമ്മുടെ നന്മ കണ്ടുകൊണ്ടോ, നമ്മുടെ നല്ല വിചാരങ്ങളെ അനുസരിച്ച് ഒന്നുമല്ല ദൈവം അത് ചെയ്തത്. നമ്മുടെ ഒരു പ്രവൃത്തിയും എല്ലാം കറപുരണ്ട തുണി പോലെയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. വെറും ദരിദ്രരായി ജീവിക്കുക. ദൈവസന്നിധിയിൽ ഒന്നും പുകഴാനില്ല, ഒന്നും പ്രശംസിപ്പാനില്ല. നമുക്ക് പ്രശംസിപ്പാനുള്ളത് കാൽവറിയിലെ ക്രൂശിൽ മാത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, സകല കാലത്തിനു മുമ്പേ, ലോകാരംഭത്തിനു മുൻപേ, എഫെസ്യ ലേഖനം 1:4 നമ്മൾ അതാണ് കാണുന്നത്. ലോകത്തിന്റെ ആരംഭത്തിന് മുന്നമേ നമ്മളെ ക്രിസ്തുവേശുവിൽ അവൻ തിരഞ്ഞെടുത്തു. ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു ഇപ്പോൾ മരണം നീങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. മരണം നീങ്ങി. എന്ത് നമുക്ക് ലഭിച്ചു? സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും വെളിപ്പെടുത്തി. ആ സുവിശേഷം, സ്വർഗത്തിലെ സുവിശേഷം, സ്വർഗീയമായ സുവിശേഷം, ആത്യന്തികമായ സുവിശേഷം നമുക്ക് എന്ത് നൽകി? നമുക്ക് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തി തന്നു. അക്ഷയത എന്ന് പറഞ്ഞാൽ നിത്യമായ ജീവൻ നമുക്ക് തന്നു. ഒരു ക്ഷയമില്ലാത്ത ജീവിതം, ഒരു മാറ്റമില്ലാത്ത ജീവിതം. ഹല്ലേലൂയ. അങ്ങനെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രേ. നമ്മുടെ നന്മ കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയാണ് നമുക്ക് പറയാനുള്ള ഏക ഉപാധി, ഏക കാരണം. എന്റെ നന്മയോ എന്റെ പുണ്യപ്രവൃത്തികളോ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ഇതിന്റെ പ്രാധാന്യതയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണത്തിന്റെ പ്രാധാന്യത എന്തൊക്കെയാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആളത്വവുമായി ഈ വിഷയം വളരെ ബന്ധപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തുവിന്റെ മരണം ക്രിസ്തുവിന്റെ ആളത്വത്തിന്റെ ഭാഗമാണ്. ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെക്കാളേറെ ക്രിസ്തുവിന്റെ ആളത്വമാണ് ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു മാർഗത്തിന് അധിഷ്ഠാനമായിട്ട് അതിന്റെ അടിസ്ഥാനമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെക്കാളേറെ ക്രിസ്തുവിന്റെ ആളത്വമാണ്. ക്രിസ്തുവിന്റെ ആളത്വത്തെ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഒരു അനുഭവമാണ്, ആ ഒരു മാർഗമാണ് ക്രിസ്ത്യാനിറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ക്രിസ്ത്യാനിറ്റി ഇല്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നു, ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെയാണ് മനുഷ്യൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചത്. There was no possibility of a compromise between God and man. There was no possibility. It was impossible. വിശുദ്ധനായ ദൈവം, അശുദ്ധനായ മനുഷ്യൻ, ഇവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഹല്ലേലൂയ, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, നമുക്കൊരു നിരപ്പ് തന്നു. നമ്മൾ വായിക്കുന്നു, ക്രൂശിനെ ഒഴിവാക്കിയാൽ ക്രിസ്തു മാർഗത്തിന്റെ കാതലായ ഭാഗം നഷ്ടമാകും. അപ്പോസ്തലന്മാർ ഉപദേശിച്ചു, അവർ പ്രസംഗിച്ചു, അവർ ലേഖനങ്ങളിലൂടെ എഴുതി, എല്ലാം ഇതുതന്നെയായി എഴുതിയത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമെന്ന് ഫിലിപ്പ് ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എന്റെ ജീവിതം ക്രിസ്തുവിനു വേണ്ടിയാണ്.
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പറയുമ്പോൾ എന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ഉദ്ദേശം, മൈ ഡെസ്റ്റിനി ഈസ് ജീസസ് ക്രൈസ്റ്റ്. മൈ ഗോൾ ഈസ് ജീസസ് ക്രൈസ്റ്റ്. മൈ എവറിഥിങ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. വിത്തൌട്ട് ജീസസ് ക്രൈസ്റ്റ് ഐ ആം നത്തിങ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ജഡധാരണത്തോട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജഡം ധരിക്കൽ അഭേദ്യമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു, ജഡധാരണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 45-ാമത്തെ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. അവിടെ പറയുന്നു, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, എബ്രായ ലേഖനം 2:14-15 വാക്യങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചതായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പൊ ജഡധാരണത്തിന്റെ ലക്ഷ്യം തന്നെ ക്രിസ്തുവിന്റെ മരണം ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മരണം, കർത്താവ് മരിച്ചേ പറ്റൂ. അതൊരു പ്രായശ്ചിത്തയാഗമായി മരിച്ചേ പറ്റൂ. പ്രായശ്ചിത്തയാഗമായി നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തുവാൻ ഒരു പ്രായശ്ചിത്തയാഗമായി കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു. 3, ഇത് തിരുവെഴുത്തുകളിലെ ഒരു പ്രധാന വിഷയമാണ്. ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമ ഗ്രന്ഥങ്ങളിലും എഴുതിയിരിക്കുന്നു. പഴയ നിയമ പ്രവാചകന്മാർ അനേക തോതിൽ ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുകയുണ്ടായി. കർത്താവിന് വരുവാൻ പോകുന്ന കഷ്ടങ്ങളെക്കുറിച്ച്, അവന് വരുവാൻ പോകുന്ന ആ ശോധനകളെക്കുറിച്ച്, വേദനകളെക്കുറിച്ചൊക്കെ, കർത്താവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ചൊക്കെ പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറുരൂപമലയിൽ വെച്ച് മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെട്ട് ക്രിസ്തുവിനോട് സംസാരിക്കുന്ന ഒരു സംഭാഷണ രംഗം നമ്മൾ അവിടെ കാണുന്നുണ്ട്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 30-31 ഭാഗങ്ങളിൽ അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷനാണ് അവിടെ നടന്നത്. ഒരു തീരുമാനം, അവിടെ വെച്ചൊരു മീറ്റിംഗ് നടക്കുന്നു. ഹല്ലേലൂയ. ദൈവദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണിത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവെഴുത്തുകളിലെ ഒരു പ്രധാന വിഷയമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം. ഒരു പ്രധാന വിഷയമാണ്. പ്രൈസ് ലോർഡ്. അടുത്തത് 4, സുവിശേഷത്തിന്റെ അടിസ്ഥാന പ്രമേയം ക്രിസ്തുവിന്റെ മരണമാണ്. ഇതിന്റെ പ്രാധാന്യത, ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി ഡെത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഡെത്ത്? അപ്പോൾ ഇവിടെ പറയുന്നു, സുവിശേഷത്തിന്റെ അടിസ്ഥാന പ്രമേയം ക്രിസ്തുവിന്റെ മരണമാണ്. സുവിശേഷം, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. ആ സുവാർത്ത അതിൽ ഉൾക്കൊള്ളുന്നത് എന്താണ്? അത് രക്ഷയുടെ വാർത്തയായതുകൊണ്ടാണ് അത് നല്ല വാർത്തയായത്. സുവാർത്ത, ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് ബിക്കോസ് ഇറ്റ് സ്പീക്സ് അബൌട്ട് സാൽവേഷൻ. അതിനെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് പറയുന്നില്ലായിരുന്നു എങ്കിൽ ഇതൊരു സുവാർത്തയാകുകയില്ലായിരുന്നു. മനുഷ്യൻ നാളുകളായി പ്രതീക്ഷിച്ചിരുന്ന രക്ഷ, അത് സാധ്യമാകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് സുവിശേഷം സുവാർത്തയായി മാറി. ഇറ്റ്സ് എ ഗുഡ് ന്യൂസ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ പാപങ്ങൾക്കായുള്ള ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണം, അടക്കം, പുനരുത്ഥാനം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് സുവിശേഷം. നമുക്ക് വേണ്ടി വീണ്ടും നമ്മൾ ചിന്തിക്കുന്നു, പ്രായശ്ചിത്ത മരണം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത മരണമാണ് ഇതിനകത്തെ മെയിൻ സബ്ജക്റ്റ്, പ്രമേയം, പ്രധാന പ്രമേയം അതാണ്. ഹല്ലേലൂയ. ഇനി ക്രിസ്തുവിന്റെ മരണം അതാവശ്യമായിരുന്നു. ക്രിസ്തുവിന്റെ മരണം ആവശ്യമായിരുന്നു. അതിന്റെ അനിവാര്യതയെക്കുറിച്ച് നമ്മൾ അല്പം ചിന്തിക്കുവാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അനിവാര്യമായി മാറിയത്? അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം
ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമായിരുന്നു. ഇറ്റ് കനോട്ട് ബി അവോയ്ഡഡ്, ഇറ്റ് കനോട്ട് ബി നള്ളിഫൈഡ്. അത് വേണ്ടാന്ന് വെക്കാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നില്ല, അത് ചെയ്തേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കർത്താവായ യേശുക്രിസ്തുവിനും അറിയാമായിരുന്നു. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ കാൽവറി ക്രൂശിൽ ഇത്രയും ഭയങ്കരമായ ഒരു ശിക്ഷയ്ക്ക് അവനെ പാത്രീഭൂതനാക്കുമ്പോൾ, വിധേയനാക്കുമ്പോൾ എന്താണ് പറയുന്നത്? മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. യോഹന്നാൻ 3:14-15 വാക്യങ്ങൾ അതാണ് പറയുന്നത്. അപ്പോൾ മരുഭൂമിയിൽ ഒരു നിഴലായ സംഭവം നടന്നു. പിച്ചള സർപ്പത്തെ ഉയർത്തി. അതിനെ നോക്കുന്നവർ, പാമ്പുകടിയേറ്റ് മരിക്കാൻ പോകുന്നവർ, വിഷബാധയേറ്റ് മരിക്കാൻ പോകുന്നവർ ആ പിച്ചള സർപ്പത്തെ നോക്കിയാൽ അവർ രക്ഷ പ്രാപിക്കും. അവർക്ക് ജീവൻ മടക്കി കിട്ടും, അവർക്ക് ജീവൻ കിട്ടും, അവർക്ക് ജീവിക്കാനാകും, ഇല്ലെങ്കിൽ അവർ മരിക്കും. അങ്ങനെയുള്ള ആ നിഴലിനെ പൊരുളാക്കി കാൽവരിയുടെ വിരിമാറിൽ ഇതാ ഒരു കുരിശ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 3 കുരിശുകൾ, 2 ഹല്ലേലൂയ 2 കള്ളന്മാർ. എന്നാൽ നടുക്ക് അവരോടുകൂടെ എണ്ണപ്പെടുവാൻ ഒരു പാപവുമില്ലാത്തവൻ നമുക്ക് വേണ്ടി സ്വയം പാപമാക്കി. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇന്ന് സന്ധ്യാസമയം ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളും ഇന്ന് ഈ സന്തോഷം അനുഭവിക്കുന്നെങ്കിൽ, നമ്മൾ ഈ അനുഭവിക്കുന്ന രക്ഷയുടെ സന്തോഷം നമുക്ക് അവൈലബിൾ ആക്കി തരുവാൻ നമ്മുടെ അരുമനാഥൻ സ്വന്തം ജീവൻ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് കളഞ്ഞു. കാൽവറിയിൽ നമുക്ക് വേണ്ടി മരിച്ചു. അതുമൂലമാണ് ഇന്ന് നമുക്ക് രക്ഷയുടെ സന്തോഷമുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനിയും ഇതിന്റെ അനിവാര്യതയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ദൈവത്തിന്റെ വിശുദ്ധി. പാപത്തെ ശിക്ഷിക്കാതെ വിടുക എന്നത് സാധ്യമല്ല. പാപത്തിന് ശമ്പളമുണ്ട്, ആ ശമ്പളം മരണമാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അപ്പോൾ വിശുദ്ധനായ ദൈവത്തിന് പാപത്തിന് ശിക്ഷ വിധിക്കാതെ വിടുക സാധ്യമല്ലാത്തത് കൊണ്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹബക്കൂക്കിന്റെ പുസ്തകത്തില് പ്രവചനം 1-13-14 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, ദോഷം കണ്ടുകൂടാതെ വണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും ആക്കുന്നത് എന്ത് എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അതുകൊണ്ട് അതിനുള്ള മറുപടിയാണ് 2 കൊരിന്ത്യർ 5:21 നമ്മൾ കാണുന്നത്. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ ഇതിന്റെ അടിസ്ഥാനം ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശുദ്ധി പറയുന്നു അവൻ ശിക്ഷിക്കപ്പെടണം. എന്നാൽ ദൈവത്തിന്റെ സ്നേഹം എന്താണ് പറയുന്നത്? 2-ാമത്തെ കാര്യം, തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവം, തന്റെ ഏകജാതനായ ദൈവത്തെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ പറയുന്നു 1 യോഹന്നാൻ 4:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാവും. ഇറ്റ്സ് എ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഗോഡ്സ് ലവ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമാണ്, ആവിഷ്കാരമാണ് കാൽവറിയിൽ നടന്നത്. ആ ക്രൂശിൽ തന്റെ ഏകജാതനുമായ മകൻ പിടഞ്ഞു മരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ ദൃശ്യം അവിടെ പ്രദർശിപ്പിച്ചത് ദൈവത്തിനു മനുഷ്യനോടുള്ള സ്നേഹത്തെ കാണിക്കുവാനാണ്. ദൈവത്തിന് മനുഷ്യനെ സ്നേഹിക്കുന്നു. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം ഇന്ന് സന്ധ്യാസമയം നമ്മൾ ഗ്രഹിക്കണം. പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ വിട്ടുപോകരുത്. ആ സ്നേഹത്തിന്റെ ആഴം നമ്മൾ മറന്നുപോകരുത്. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ, പ്രയാസങ്ങളുടെ മധ്യത്തിൽ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഈ ഓട്ടത്തിൽ പലപ്പോഴും പലരും മറന്നുകളയുന്ന ഒന്നുണ്ട്, ആ ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തെ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല, നമുക്കതിനെ മുഴുവനായി അറിയുവാൻ കഴിയില്ല. അത്രമാത്രം ദൈവസ്നേഹം വലുതാണ്. ഹല്ലേലൂയ. കാരണം
നമ്മൾ ഇങ്ങനെ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്കു വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിപ്പാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ ദോഷികളും പാപികളും ഒരു യോഗ്യതയുമില്ലാതിരുന്ന സമയത്ത്, ഹല്ലേലൂയ, ആ സമയത്താണ് ദൈവം നമ്മളെ തേടിയിറങ്ങുന്നത്, ദൈവം നമ്മളെ അന്വേഷിച്ചു വരുന്നത്, നമുക്ക് വേണ്ടി ജീവൻ തന്നത്. പാപികളായിരിക്കുമ്പോൾ തന്നെ, നമ്മൾ പാപത്തിന്റെ അധീനതയിലായിരിക്കുമ്പോൾ തന്നെ എല്ലാവരും പറയുന്നു, നിങ്ങൾ ശുദ്ധി പ്രാപിച്ചുവാ, എന്നാൽ ഞങ്ങൾ നിന്നെ സ്വീകരിക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രത്യയ ശാസ്ത്രങ്ങളും പറയുന്നത്, നിങ്ങൾ ശുദ്ധി പ്രാപിച്ചുവാ, എന്നാൽ ഞങ്ങൾ നിന്നെ സ്വീകരിക്കാം. നീ കഴുകി ശുദ്ധീകരിക്കപ്പെട്ടുവാ, എന്നാൽ ഞങ്ങൾ നിന്നെ സ്വീകരിക്കാം. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയല്ല. നീ വാ, ഞാൻ നിന്നെ, നീ ആയിരിക്കുന്നത് പോലെ വാ, ഞാൻ നിന്നെ ശുദ്ധീകരിക്കാം. ഇതാണ് വ്യത്യാസം. ഇതാണ് സുവിശേഷത്തിന്റെ വ്യത്യാസം. ഇതാണ് ദൈവസ്നേഹത്തിന്റെ വ്യത്യാസം. സ്നേഹമുള്ള ഒരു ദൈവം പറയുന്നത്, നീ ആയിരിക്കുന്നത് പോലെ വാ. മുടിയംപുത്രൻ തന്റെ പിതാവിന്റെ അടുക്കിലേക്ക് വരുന്ന സമയത്ത് അവന്റെ ജീർണിച്ച വേഷവും ആ ദുഷിച്ച ദുർഗന്ധവും ഹല്ലേലൂയ അവന്റെ മേലുണ്ടായിരുന്നു. എങ്കിലും ആ പിതാവ് അവനെ പുണർന്ന് ആശ്ലേഷിച്ച് അവനെ മാറോട് ചേർത്ത് പിടിച്ച് അവനെ സ്നേഹിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ അതാണ് കാണുന്നത്, ആ ഉപമയാ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി കർത്താവ് തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അടുത്ത വിഷയം, ഇതിന്റെ എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന് മരിക്കേണ്ടി വന്നത്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ അവസ്ഥ, നഷ്ട അവസ്ഥയെ ക്രിസ്തുവിന്റെ മരണം അനിവാര്യമാക്കി. ദൈവത്തിൽ നിന്ന് അകന്ന് അന്യരായി തീർന്ന മനുഷ്യരെ കണ്ട് ദൈവപുത്രനെ തനിക്ക് പിതാവിനോടുണ്ടായിരുന്ന മഹത്വം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ലോർഡ്. നിങ്ങൾ തെറ്റിയുഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പാപമായിരുന്നു എപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത്, നമ്മളെപ്പോഴും അകറ്റി നിർത്തി. ദൈവവുമായിട്ട് യാതൊരു ബന്ധവും സാധ്യമില്ലാതെ നമ്മളെ അകറ്റി നിർത്തിയത് പാപമാണ്. എന്നാൽ ആ പാപത്തിന്റെ സ്ഥിതിയിൽ ദൈവസ്നേഹം കടന്നുവന്ന്, ഹല്ലേലൂയ, ആ പാപം കൊണ്ട് അകന്നുപോയ മനുഷ്യനെയും ദൈവത്തെയും അടുപ്പിക്കുവാൻ, നിരപ്പിക്കുവാൻ ദൈവസ്നേഹം പ്രവർത്തിച്ചു. പാപം അകറ്റി, ദൈവസ്നേഹം അടുപ്പിച്ചു. പ്രൈസ് ലോർഡ്. പാപം സെപ്പറേറ്റ് ചെയ്തു, ദൈവസ്നേഹം, ഗോഡ്സ് ലവ് ജോയിൻഡ് us together. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, അപ്പൊ ഈ കാരണങ്ങൾ, ഇത് സമയക്കുറവുകൊണ്ട് വളരെ ശീഘ്രം മുന്നോട്ട് നമ്മൾ പോവുകയാണ്. പ്രൈസ് ലോർഡ്. കാരണം ഇതൊരു വിപുലമായ സബ്ജക്റ്റാണ്, വിപുലമായ ഒരു വിഷയമാണ്. അതിനെ എത്രമാത്രം ലഘൂകരിച്ച്, എത്രമാത്രം അതിന്റെ മാക്സിമം കണ്ടന്റ് നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ പരിശ്രമിക്കുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു? തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം മുൻകൂട്ടി പ്രവാചകന്മാർ അത് പറഞ്ഞ കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ മരണം തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. നമ്മൾ വായിക്കുന്നുണ്ട്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അവൻ അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അടുത്ത ഭാഗം, മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. പ്രൈസ് ലോർഡ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം നടന്ന് അവർക്കിത് വിശദീകരിച്ചു കൊടുക്കുകയാണ്. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ച് എഴുതിയിട്ടുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അതിനെ വിശകലനം ചെയ്തു കൊടുത്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ.
അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണമെന്ന് പറയുന്നത് തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. 2, ഇത് ദൈവിക നിർണയമാണ്. ദൈവിക നിർണയം എന്ന വിഷയം ഒരു വലിയ വിഷയമാണ്. ദൈവിക നിർണയം, ദൈവത്തിന്റെ തീരുമാനം, ദൈവത്തിന്റെ ഡിസിഷൻസ്, ദൈവത്തിന്റെ ഡിറ്റർമിനേഷൻ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ നിർണയം, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രായനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. അപ്പോസ്തല പ്രവൃത്തി 2:23 നമ്മൾ വായിക്കും. ഇവിടെ കാണുന്നത് ഇതൊരു ദൈവിക പ്ലാൻ ആയിരുന്നു. ഇറ്റ് വാസ് എ ഡിസിഷൻ ടേക്കൺ ബൈ ഗോഡ് ഇൻ യൂണിറ്റി. അവരുടെ ചേർന്നുള്ള ഒരു തീരുമാനമാണ്. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ തീരുമാനമാണ്. ഇതൊരു ദൈവിക നിർണയമാണ്. ഹല്ലേലൂയ. നസ്രായനായ യേശു ഹല്ലേലൂയ അധർമ്മികളുടെ കയ്യിൽ അകപ്പെടുമെന്നും അവനെ ക്രൂസിൽ തറച്ച് കൊല്ലുമെന്നുമുള്ളത് ഒരു ദൈവിക നിർണയമായിരുന്നു. ഒന്ന് നമ്മൾ കണ്ടു, ദൈവത്തിന്റെ തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. 2, ഇത് ദൈവിക നിർണയമായിരുന്നു. 3, കർത്താവായ യേശുക്രിസ്തു ഇത് സ്വയമേ ഏറ്റെടുത്തതാണ്. ഹല്ലേലൂയ. സ്വയം ഏറ്റെടുത്തതാണ്. ആരും നിർബന്ധിച്ചില്ല. നിങ്ങളുടെയും എന്റെയും പാപമാണ് യേശുവിനെ ക്രൂശിനോടടുപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹമാണ് കർത്താവിനെ ക്രൂശിലേക്ക് അടുപ്പിച്ചത്. നിങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഞാൻ ധ്യാനിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും എന്റെ പാപം മൂലമാണ് യേശു മരിക്കേണ്ടി വന്നത്. അത് ഹല്ലേലൂയ, അതിന് കാരണക്കാരൻ ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. സ്വമേധയാ യേശു അത് ചെയ്തെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വമേധയാ എന്റെ കർത്താവ് അത് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 17-18 വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എന്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. തന്റെ ജീവനെ വീണ്ടും പ്രാപിക്കും. കർത്താവിനറിയാം, ഹി ഈസ് ഗോയിങ് ടു റീകവർ. എന്നിട്ട് പറയുന്നു, ആരും അതിനെ എന്നോട് എടുത്തു കളയുകയില്ല. ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്. വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. സ്വന്തം ജീവനെ കൊടുപ്പാൻ അധികാരമുണ്ട്. അത് വീണ്ടും പ്രാപിക്കുവാനും യേശുവിന് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇത് പിതാവിന്റെ കൽപ്പനയാണ്. സ്വമേധയാ താൻ ആ കൽപ്പന ഏറ്റെടുക്കുകയാണ്. അനുസരണമുള്ളവനായി തീരുകയാണ്. ഹല്ലേലൂയ. ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു വന്നു. എന്നാൽ ഏകന്റെ അനുസരണത്താൽ അതിനൊരു പരിഹാരം വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ എന്ന് ഗലാത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർ 2:20 പറയുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. TV ഓഫ് ചെയ്യാൻ പറ. അടുത്തത് നമ്മൾ കാണുന്നു പ്രായശ്ചിത്ത മരണം. പ്രായശ്ചിത്ത മരണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. പ്രായശ്ചിത്ത മരണമാണ്. കർത്താവ് പ്രായശ്ചിത്ത മരണം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1 യോഹന്നാൻ 4:10 വാക്യം നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പാപത്തിൽ നിന്ന് അതിൽ നിന്നുള്ള വിടുതൽ പ്രാപിപ്പാൻ ദൈവത്തിന്റെ ക്രോധം ശാന്തമാകുമാറ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധത്തെ പരിഹരിക്കുവാൻ, അതിനെ തൃപ്തിപ്പെടുത്തുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം ഒരു പ്രായശ്ചിത്ത മരണമാണ്. പ്രായശ്ചിത്ത മരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നത് ഹല്ലേലൂയ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം. എന്തിനു വേണ്ടിയാണ് പ്രായശ്ചിത്തം? നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെയും പാപത്തിന് തന്നെ. 1 യോഹന്നാൻ 2:2. ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ.
നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി തീർന്നു. ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും വിശ്വസ്ത മഹാപുരോഹിതനുമാകുന്നുവെന്ന് എബ്രായ ലേഖനം 2:17 നമ്മൾ വായിക്കുന്നു. എന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം എന്തായിരുന്നു? എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ, എനിക്ക് പ്രായശ്ചിത്തമായി മരിക്കുവാൻ. എന്റെ സ്ഥാനത്ത് കർത്താവ് മരിച്ചു. ഞാൻ മരിക്കേണ്ടിയിരുന്നിടത്ത്, ഞാൻ മരിക്കേണ്ട സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഞാൻ മരിക്കുവാൻ യോഗ്യമായ തെറ്റുകൾ എന്നിലുള്ളപ്പോൾ എന്റെ കർത്താവ് എന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ മരിച്ചു. 6 മറുവിലയായി തീർന്നു. കർത്താവ് കാലസമ്പൂർണത വന്നപ്പോൾ, ഗലാത്യ ലേഖനം 4:4-5 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിൻ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത്, അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനു വേണ്ടി. പുത്രത്വം വേറൊരു വലിയ വിഷയമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ പുത്രത്വം പ്രാപിക്കണം. നമ്മൾ പുത്രത്വം പ്രാപിച്ചിട്ടുണ്ടോ ഇതുവരെ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-12 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. നമ്മൾ ദൈവമക്കളാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ പുത്രത്വം എന്ന ഒരു പദവി, ആ ഒരു പദവി, ഹല്ലേലൂയ, നമുക്ക് ദൈവമാണ് തരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതെപ്പോഴാണ് തരുന്നത്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കർത്താവായ യേശു ക്രിസ്തു മറുവിലയായി കൊടുത്തു. തന്നെ തന്റെ ജീവൻ മറുവിലയായി തന്നു. ക്രിസ്തുവിന്റെ മരണം മറുവിലയായിരുന്നു. മറുവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ സ്വതന്ത്രമാക്കുവാൻ, അല്ലെങ്കിൽ അതിനെ വാങ്ങിക്കുവാൻ ഒരു വില കൊടുക്കണം. നമ്മൾ സാധാരണ വില കൊടുത്താണ് വാങ്ങുന്നത്. എന്ന് പറഞ്ഞതുപോലെ അടിമനുഖത്തിൻ കീഴിൽ അകപ്പെട്ട് അടിമകളായി ജീവിച്ചിരുന്ന നമ്മളെ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവൻ മറുവിലയായി നമുക്ക് നൽകി. മറുവിലയായി, ആസ് എ റാൻസം, നമുക്ക് വേണ്ടി ഒരു മറുവിലയായി റാൻസമായിട്ട് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞാലാണ് ആ വ്യക്തിയെ സ്വന്തമാക്കുവാനും ആ വ്യക്തിയെ സ്വന്തമാക്കിയതിനു ശേഷം സ്വതന്ത്രമാക്കുവാനും കഴിയുകയുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ അടിമകളായിരുന്നു, പാപത്തിന് അടിമകളായിരുന്നു, ശാപത്തിന് അടിമകളായിരുന്നു. നമ്മളെ ദൈവം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു തന്റെ ജീവൻ മറുവിലയായി നൽകി നമ്മളെ രക്ഷിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ആ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായ രക്തം ഈ ഭൂമിയിലുള്ള ദേവാലയത്തിലല്ല അർപ്പിച്ചത്, ദൈവസന്നിധിയിലാണ് ആ മറുവില കൊടുത്തത്. ദൈവസന്നിധിയിലെ ആ കോർട്ടിലാണ് ആ വില കെട്ടിവെച്ചത്. മറുവില അവിടെയാണ് സമർപ്പിച്ചത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ജീവൻ മറുവിലയായി നമ്മൾ നൽകിയതുകൊണ്ടാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയുന്നത്. പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് വീണ്ടെടുപ്പും രക്ഷയും. വീണ്ടെടുപ്പ് രക്ഷയല്ല. വീണ്ടെടുപ്പെന്ന് പറയുന്നത് രക്ഷയുടെ ഒന്നാമത്തെ ഘടകമാണ്. നമ്മളെ മറുവിലയായി വീണ്ടെടുത്തു. കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്വന്തം ജീവൻ നമുക്കായി തന്ന് നമ്മളെ വീണ്ടെടുത്തു. മറുവിലയായി നമ്മളെ വീണ്ടെടുത്തു. സ്വന്തം ജീവൻ, സ്വന്തം രക്തം നമുക്കായി ഊറ്റിത്തന്നു. നമ്മളെ രക്ഷിക്കുന്നതിന് നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ സ്വതന്ത്രമാക്കി. ഗലാത്യ ലേഖനം 5:1 നമ്മൾ വായിക്കുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കി. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കണം. വീണ്ടും അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. അപ്പം ദൈവം നമ്മളെ വിടുവിച്ചത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ ദൈവം നമ്മളെ സ്വതന്ത്രമാക്കി. അതായത് ന്യായപ്രമാണത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കി. ന്യായപ്രമാണത്തിന്റെ ശിക്ഷയുണ്ട്, പ്രവൃത്തി നിമിത്തമല്ല. ഇവിടെ വിശ്വാസം നിമിത്തം നീതീകരിക്കപ്പെടുന്ന കൃപയുടെ ആ അവസ്ഥയിലേക്ക്, കൃപായുഗത്തിന്റെ ഭാവത്തിലേക്ക്, കൃപായുഗത്തിലേക്ക് നമ്മളെ നടത്തിക്കൊണ്ടുവന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം മൂലം അന്നു മുതൽ കൃപായുഗം ആരംഭിക്കുകയാണ്. കൃപായുഗം ആരംഭിച്ചു. പ്രൈസ് ലോർഡ്. നമ്മളും അതിന്റെ ഭാഗമായി മാറി. ഇന്ന് ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ആ കൃപായുഗത്തിന്റെ ഭാഗമായി മാറി. ന്യായപ്രമാണത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾ
വിടുവിക്കപ്പെട്ടു. ക്രിസ്തു നമുക്കായി ആ ശാപമെല്ലാം ഏറ്റെടുത്തു, അതിന്റെ ശിക്ഷയെല്ലാം ഏറ്റെടുത്തു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വീണ്ടെടുത്തു. അടുത്തത്, ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചിരിക്കുന്നു. റോമാലേഖനം 7:4 നമ്മൾ അത് വായിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിച്ചു. അതുപോലെ തന്നെ ന്യായപ്രമാണത്തിന്റെ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു. ഇനി ഒരിക്കലും നമ്മൾ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ കൃപയിൻ കീഴിലത്രേ. റോമാലേഖനം 6:14 അതാണ് പറയുന്നത്. നമ്മൾ കൃപയിൻ കീഴിലാണ്. അടുത്തത്, പാപത്തിന്റെ ശക്തിയിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയത്ത് നമ്മളെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മുടെ ആത്മാവ് രക്ഷിക്കപ്പെടുന്നു. എന്നാൽ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നത്, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ആ പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, ആ റൂളിംഗിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നത് വിശുദ്ധീകരണത്തിന്റെ പദവികളിലേക്ക് നമ്മളെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യത്തേത് നീതീകരണമാണെങ്കിൽ അതിനോട് തുടർന്ന് വരുന്നത് വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം ഒറ്റ ദിവസം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അതൊരു ദിവസം അവസാനിക്കും. അതെന്നാണ്? 1 തെസ്സലോനിക്കർ ലേഖനം 4:16-17 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് പോലെ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു സമയമുണ്ട്. ആ സമയം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ രൂപാന്തരപ്പെടും. ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർന്നെഴുന്നേൽക്കും. അതിനുശേഷം ജീവിച്ചിരിക്കുന്ന നാം, ഹല്ലേലൂയ, രൂപാന്തരം പ്രാപിക്കും. എന്തായാലും ഈ ശരീരം അങ്ങ് മുകളിലോട്ട് കൊണ്ടുപോകാൻ കൊള്ളുകയില്ല. അതുകൊണ്ട് ഇത് മാറി, ഹല്ലേലൂയ, ഇതിനു പകരം ഒരു വിൺശരീരം നമ്മൾ പ്രാപിക്കണം. അതാണ് തേജസ്കരണം, അതാണ് പുത്രത്വം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നീതീകരണമുണ്ട്, ഹല്ലേലൂയ. അതിനുശേഷം വിശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ആ വിശുദ്ധീകരണം കംപ്ലീറ്റ് ആകുന്നത് തേജസ്കരണം കൊണ്ടാണ്. അതെപ്പോഴാണ് നടക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മേഘപ്രത്യക്ഷതയിൽ. ആ സമയത്താണ് ഇത് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോഴാണ് നമ്മൾ പുത്രത്വം പ്രാപിക്കുന്നത്. ഈ പുത്രത്വം നമ്മൾ പ്രാപിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ, പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടും. ഹല്ലേലൂയ. അടുത്തത്, ഈ ശരീരത്തെ, ഹല്ലേലൂയ, ക്രിസ്തു മരിച്ചത് സ്വന്തം പാപങ്ങൾക്കായിട്ടല്ല, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ മരിച്ചത് ആർക്കു വേണ്ടി? ഹല്ലേലൂയ, എനിക്ക് വേണ്ടി. കർത്താവായ യേശു ക്രിസ്തുവിന് പാപങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ട, അല്ലെങ്കിൽ തനിക്ക് യാതൊരു പാപവും ഇല്ലായിരുന്നു. നമ്മളത് വായിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി അല്ല യേശു മരിച്ചത്. ഹല്ലേലൂയ. പഴയ നിയമ വ്യവസ്ഥ പ്രകാരം മഹാപുരോഹിതൻ ആലയത്തിൽ പ്രവേശിക്കുന്ന, അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുന്ന, വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതിന് മുൻപ് തനിക്ക് വേണ്ടി യാഗം കഴിക്കണം, തന്നെ ശുദ്ധീകരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ യാഗങ്ങൾ കഴിച്ച് തന്നെ വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണം നടത്തണം. എന്നാൽ ഇവിടെ ക്രിസ്തു മരിച്ചത്, ഹല്ലേലൂയ, ആകാശത്തിലൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുള്ളതുകൊണ്ട് ആ ശ്രേഷ്ഠ മഹാപുരോഹിതൻ നിർവഹിച്ച കൃത്യം, ഹല്ലേലൂയ, എന്താണ് ചെയ്തത്? ഹല്ലേലൂയ, നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങൾക്ക് പകരക്കാരനായി തീർന്നു. നമുക്ക് വേണ്ടി ഒരു പകരക്കാരനായി തീർന്നു. നമ്മളുടെ മേലുണ്ടായിരുന്ന പാപത്തിന്റെ കടത്തിന്റെ ചീട്ട് അവൻ വലിച്ചു കീറി കാൽവറി ക്രൂശിൽ. ഇതാണ് വീണ്ടെടുപ്പ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ മരണം അനിവാര്യമായിരുന്നു, അത് ആവശ്യമായിരുന്നു. അതിന്റെ പ്രാധാന്യം ഒക്കെയും നമ്മൾ ചിന്തിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവസാനമായിട്ട്, ഹല്ലേലൂയ, ഇതിന്റെ ഫലത്തെക്കുറിച്ച്, ഹല്ലേലൂയ, ഇതിന്റെ ഫലം എന്താണ്? ഇതിന്റെ റിസൾട്ട്, വാട്ട് ഈസ് ദ റിസൾട്ട്? നമ്മൾ കുറെ കാര്യങ്ങൾ ഇതിനകം സൂചിപ്പിച്ചു കഴിഞ്ഞു, നമ്മളിത് പ്രസ്താവിച്ചു കഴിഞ്ഞു. നമ്മൾ ചിന്തിച്ചതെല്ലാം ദൈവത്തിന്റെ വചനമാണ്. എന്റെ ആശയമോ എന്റെ മനസ്സിൽ കൂടി കടന്നുപോയ ഏതെങ്കിലും ഭാവനയോ ഒന്നുമല്ല ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതെല്ലാം ദൈവത്തിന്റെ വചനമാവും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ സ്റ്റെപ്പിലും ദൈവത്തിന്റെ ഓരോന്നിനും ദൈവത്തിന്റെ വചനമാണ് എടുത്തു പറഞ്ഞത്. ഒരു പ്രസംഗമല്ല ഇത് ചെയ്തത്. ഞാൻ ഒരു പ്രസംഗിക്കുകയല്ലായിരുന്നു. ഞാൻ ദൈവത്തിന്റെ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വിശകലനം നടത്തുകയായിരുന്നു. ദൈവത്തിന്റെ വചനം, ആ വചനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്റെ ഒരു ആശയമല്ല, എന്റെ ഒരു പ്രസംഗമല്ലിത്. ഇത് ദൈവത്തിന്റെ വചനമാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. അപ്പൊ അത് ക്രിസ്തുവിന്റെ മരണം കൊണ്ടുള്ള
ഫലം എന്താണ്? വാട്ട് ഈസ് ദ റിസൾട്ട്? ക്രിസ്തുവിന്റെ മരണം ഒരു പരിധി വരെ മുഴുവൻ, ആ മരണത്തിന്റെ പ്രയോജനം ഈ പ്രപഞ്ചം മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രപഞ്ചം മുഴുവൻ അതിന്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതായത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്ന് തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു, സ്റ്റാർട്ട് ചെയ്തു, കൃപായുഗം ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യൻ ന്യായപ്രമാണം മനുഷ്യനെ ഇങ്ങനെ പരിശോധിച്ച് മനുഷ്യൻ അതിനെല്ലാം പരീക്ഷയിലെല്ലാം തോറ്റു പോവുകയായി. നമുക്കറിയാം, ചില കുഞ്ഞുങ്ങൾ ചില ക്ലാസ്സുകളിൽ അങ്ങ് തോറ്റു കിടക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മളും ന്യായപ്രമാണത്തിന്റെ ശോധനയിൽ നമ്മളും തോറ്റു കിടക്കുക. പ്രൈസ് ദി ലോർഡ്, കാലങ്ങളായി നമ്മൾ തോറ്റു കിടക്കുക. അങ്ങനെ ഇടുന്ന മനുഷ്യനെ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് വേല സകല മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിന്റെ ഈ ന്യായപ്രമാണത്തിന്റെ ശോധനയിൽ നിന്ന്, ഹല്ലേലൂയ, ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ഒരു പുതിയ വ്യവസ്ഥയിലേക്ക്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് നമ്മളെ മാറ്റി. ദർസ് എ ന്യൂ സിസ്റ്റം നൗ. അതിനാണ് നമ്മൾ പുതിയ നിയമം എന്ന് പറയുന്നത്. പുതിയ നിയമം, ഒരു സ്നേഹത്തിന്റെ നിയമം, കൃപയുടെ നിയമം. കൃപയെന്ന് പറഞ്ഞാൽ എന്താണ്? അയോഗ്യമായ സ്ഥാനത്ത് നമുക്ക് വേണ്ടി പകരപ്പെടുന്ന അനുഗ്രഹവും സ്നേഹവും ദൈവസ്നേഹവുമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ് കൃപയെന്ന് പറയുന്നത്. നമുക്ക് യാതൊരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് കൃപ നമ്മുടെ മേൽ ദൈവം കാണിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇപ്പോൾ കൃപായുഗമാണ്. കൃപായുഗം ഇത് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ കൃപായുഗമാണ്. അതുകൊണ്ടാണ് പലരെയും ദൈവം അതാത് സമയങ്ങളിൽ ശിക്ഷിക്കാതെ വിടുന്നത്, കൃപായുഗമായതുകൊണ്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പോരായ്മകളും കുറവുകളും തെറ്റുകളും ഒന്നും ദൈവം കണ്ടിട്ടും പലപ്പോഴും ശിക്ഷിക്കാതിരിക്കുന്നത് കൊണ്ട് ദൈവം ഇത് കാണുന്നില്ല എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ദൈവം ഈ കൃപായുഗത്തിൽ നമ്മളെ ശിക്ഷിക്കാതെ നമ്മൾ മനം തിരിയുവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. നമ്മൾ മനസ്സ് മാറുന്നത് വരെയും ദീർഘക്ഷമയോടെ ദൈവം കാണുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വായിക്കുന്ന റോമാലേഖനം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ നമ്മുടെ അനീതി ദൈവത്തിന്റെ നീതിയെ പ്രസിദ്ധമാക്കുന്നു എങ്കിൽ നാം എന്തു പറയും? ശിക്ഷ നടത്തുന്ന ദൈവം നീതിയില്ലാത്തവനെന്നോ? ഞാൻ മനുഷ്യരീതിയിൽ പറയുന്നു, ഒരു നാളുമല്ല, ദൈവം നീതി നടത്തുന്നവൻ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ കർത്താവിന്റെ ക്രൂശ് മരണം കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുകയുള്ളൂ. കർത്താവായ യേശുക്രിസ്തു മരിച്ചത് സകല മാനവജാതികൾക്ക് വേണ്ടിയാണ്, സകല മനുഷ്യർക്കും വേണ്ടിയാണ്, ഈ ഭൂമിയിൽ ഉള്ള എല്ലാവർക്കും വേണ്ടിയാണ്. ജീവിച്ചിരുന്നവരും ജീവിക്കുന്നവരും ജീവിക്കാൻ പോകുന്നവർക്കുമായിട്ടാണ്. എല്ലാവർക്കും വേണ്ടി കർത്താവ് മരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ കർത്താവിന്റെ മരണം കൊണ്ട്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രയോജനം എല്ലാവർക്കുമാണ്. എല്ലാവർക്കും പ്രയോജനമുണ്ട്. ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, എല്ലാ ജാതി മതസ്ഥർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഒന്നു മാത്രം ചെയ്താൽ മതി, യേശുവിനെ വിശ്വസിച്ചാൽ മതി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ വിശ്വസിച്ചാൽ മതി. തന്റെ ജീവൻ എനിക്ക് വേണം എന്ന് ആഗ്രഹിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്, അവനെ കൈക്കൊണ്ടാൽ മതി. സ്വന്തം രക്ഷിതാവായി, സ്വന്തം കർത്താവായി അവനെ ഏറ്റുപറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്, അവൻ എന്റെ കർത്താവാണ്, അവൻ എന്റെ ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞാൽ മതി. ആ ഓഹരി നമുക്ക് ലഭിക്കും. ആ അനുഗ്രഹത്തിന്റെ ഓഹരി നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ആ കൃപയുടെ വ്യവസ്ഥയിലേക്ക് നമ്മളെ ദൈവം കൊണ്ടുവരും. ഒരു കൃപയുടെ വ്യവസ്ഥ. ഹല്ലേലൂയ. പ്രവൃത്തി മൂലമല്ല, വിശ്വാസം മൂലമുള്ള കൃപയുടെ വ്യവസ്ഥ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു വിശ്വാസി ക്രിസ്തുവിന്റെ മരണത്തിലൂടെ പുതിയ സൃഷ്ടിയായി തീർന്നു. 2 കൊരിന്ത്യർ 5:17 നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, കണ്ടാലും സകലതും പുതിയതായി തീർന്നു. സകലതും പുതിയതായി തീരുന്ന ഒരവസ്ഥ. അല്പമല്ല പുതിയതായി തീരുന്നത്, സകലതും പുതിയതായി തീരുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം നമ്മളെ നടത്തും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് പാപപരിഹാരം ലഭിച്ചു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് നമ്മളെ ദൈവം വിടുവിച്ചു. ന്യായപ്രമാണത്തിന്റെ ദാസ്യത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചു. യഹൂദനും ജാതിയും തമ്മിൽ
അവർക്ക് മധ്യേ ഉണ്ടായിരുന്ന ഒരു നടുച്ചുവരുണ്ടായിരുന്നു. അത് ദൈവം ഇടിച്ചു കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്താലാണ് അത് സാധിച്ചത്. മാത്രമോ നമുക്ക് പുത്രത്വം ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യ ലേഖനം 4 അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴ് അകപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പുത്രത്വം പ്രാപിക്കേണ്ടതിന് വരെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ മുമ്പേ ദൂരസ്ഥരായിരുന്ന നമ്മളെ സമീപസ്ഥരാക്കുവാൻ ദൈവം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന്റെ ഒരു ഫലം, ഹല്ലേലൂയ, നമ്മളെല്ലാം ദൂരസ്ഥരായിരുന്നു. എന്നാൽ നമുക്ക് കർത്താവിനോട്, ദൈവത്തോട് അടുത്തു വരുവാൻ, നിങ്ങൾ ദൈവത്തോട് അടുത്തു വന്ന് ദൈവം നിങ്ങളോടും അടുത്തു വരും. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തോട് അടുത്തു വരുവാൻ മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു എന്ന് എഫേസ്യർ 2:13 നമ്മൾ വായിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുമ്പേ നമ്മൾ ആരായിരുന്നു? ദൂരസ്ഥരായിരുന്നു. കാരണം എന്താ? നമ്മൾ പാപികളായിരുന്നു. പാപികളായിരുന്നത് കൊണ്ടാണ് ദൂരസ്ഥരായത്. പാപികൾ എന്നുള്ള അവസ്ഥ മാറി നമ്മളെ ദൈവം നീതീകരിച്ചു. ദൈവത്തിന്റെ നീതി നമ്മുടെ മേൽ ചുമത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ നീതിയല്ല, നമ്മുടെ നീതി, നമുക്ക് നീതിയേ ഇല്ലായിരുന്നു. നമ്മുടെ നീതികളെല്ലാം അല്ലെങ്കിൽ നമ്മുടെ പുണ്യപ്രവൃത്തികളെല്ലാം കറപുരണ്ട തുണി പോലെ. അങ്ങനെ ഇരിക്കെ ദൂരസ്ഥരായിരുന്ന നമ്മൾ, പാപമൂലം ദൂരസ്ഥരായിരുന്ന നമ്മളെ, ആ പാപത്തിൽ നിന്ന്, ആ ബന്ധനത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി, അതിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിട്ട്, ഹല്ലേലൂയ, നമ്മളെ ദൈവത്തോട് അടുപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവത്തിന് സമീപസ്ഥരായി തീർന്നിരിക്കുക. എന്തു വലിയ ഭാഗ്യമാതല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ. നമ്മളെ ശിക്ഷിക്കേണ്ടുന്നിടത്ത് ദൈവം നമ്മളെ ശിക്ഷിക്കാതെ നമ്മളെ സ്വന്തമെന്ന് ഏറ്റുപറയുവാൻ ദൈവത്തിനിടയാകുന്നത് എന്തു വലിയ കാര്യമല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മളെയും ദൈവവും തമ്മിൽ ഭിന്നിപ്പിച്ച അനേക ഭിന്നതയുടെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ആ ഭിന്നിപ്പിന്റെ വിഷയങ്ങളെല്ലാം ശാസിച്ച് കർത്താവ് നമ്മളെ രക്ഷിച്ച്, ഹല്ലേലൂയ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ അകൃത്യങ്ങൾ, ആ അകൃത്യങ്ങളാണ് നമ്മളെ അകറ്റിയത് ദൈവത്തിൽ നിന്ന്. നമ്മുടെ പാപങ്ങളത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. യെശയ്യാ 59:1-2 വാക്യങ്ങളാണ് ഞാൻ വായിച്ചത്. അങ്ങനെ ദൈവത്തോട് നമുക്ക് നിരപ്പ് പ്രാപിക്കുവാനിടയായി. നമ്മുടെ പാപങ്ങളെയെല്ലാം ദൈവം ക്ഷമിച്ചു തന്നു. ഹല്ലേലൂയ. നമ്മളെ ദൈവം ശുദ്ധീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു. ദൈവം നമ്മളെ നീതീകരിച്ചു. ദൈവം നമ്മളുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് നീതീകരണം ലഭിച്ചു. നമുക്ക് ലഭിച്ച നീതീകരണം നമ്മുടെയല്ല, ദൈവത്തിന്റെ വകയാ. ദൈവം നമ്മളെ നീതീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് നേരെ ഉണ്ടായിരുന്ന ശിക്ഷാവിധി നമ്മളിൽ നിന്ന് എന്നേക്കുമായി മാറ്റിക്കളഞ്ഞു. പാപത്തിന്റെ ശമ്പളം മരണം. ആ ഒരു ശിക്ഷാവിധി നമുക്ക് മുകളിൽ ഇങ്ങനെ ഒരു ആയുധം പോലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു. ഒരു മൂർച്ചയുള്ള വാള് പോലെ തൂങ്ങിക്കിടക്കുകയായിരുന്നു നമ്മുടെ തലയ്ക്ക് മീതെ. എന്നാൽ അതിൽ നിന്ന് നമ്മളെ ഒഴിവാക്കി, അത് മാറ്റി. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിനായി നമ്മളെ വിലയ്ക്ക് വാങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോട് പറയുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. 1 കൊരിന്ത്യർ 6:20. പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 1:18-19 വാക്യങ്ങൾ നമുക്ക് സുപരിചിതമായ വാക്യങ്ങളാണ്. ഹല്ലേലൂയ. വ്യർത്ഥവും പ്രതിപാരമ്പര്യവുമായുള്ള നമ്മുടെ നടപ്പിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നെ വെള്ളി വിലയേറിയ വസ്തുക്കൾ കൊണ്ടല്ല, മുതലായ അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ. ഇന്ന് സന്ധ്യാസമയം ഒന്ന് ഓർക്കണേ, നമ്മൾ എവിടെയായിരുന്നു, ഇന്ന് നമ്മൾ എവിടെയായിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരിക്കും. പഴയതെല്ലാം ക്ലിയർ ഔട്ട്, പഴയതെല്ലാം കഴിഞ്ഞുപോയി, സകലതും പുതിയതായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു വിശ്വാസി, ഹല്ലേലൂയ, കർത്താവിന്റെ ക്രൂശിൽ പ്രശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ അല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഗലാത്യർ 6:14. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ചിന്തിക്കുന്നത് അതാ. ഹല്ലേലൂയ, ലോകം എനിക്കും ഞാൻ ലോകത്തിനുമായി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ആ അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. സർവവും വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്.
എല്ലാ നന്മകളും അനുഗ്രഹവും വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിലൂടെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ക്രിസ്തുവേശുവിലൂടെ, ദാറ്റ് ഈസ് ദ ചാനൽ. അപ്പൊ ആ ചാനൽ ഓഫ് ബ്ലെസ്സിംഗ് എന്ന് പറയുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന ആ ചാനലിലൂടെ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. ആത്മീക അനുഗ്രഹങ്ങളാണ് പറയുന്നത്, ഭൗതിക അനുഗ്രഹമല്ല. എല്ലാവർക്കും ആവശ്യം ഭൗതിക അനുഗ്രഹമാണ്, എന്നാൽ ദൈവം തരുന്നത് ആത്മീക അനുഗ്രഹമാണ്. അതാണ് പ്രയാസമുള്ളത്. അത് നമുക്ക് ദൈവം തരുന്നു. നമുക്ക് ഈസി ആയിട്ടുള്ളത് ദൈവം അല്ലാതെ തന്നെ തരും. നമുക്ക് എന്ത് കുടിക്കും, എന്ത് കഴിക്കും, എന്ത് ഉടുക്കും, ഈ വിഷയങ്ങളാണ് എപ്പോഴും നമ്മളെ ഭാരപ്പെടുത്തുന്നത്. എന്നാൽ ഈ വിഷയങ്ങൾക്കെല്ലാം ദൈവം പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടെ നിങ്ങൾക്ക് സകലതും ലഭിക്കും. അതെല്ലാം തരാമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. അതോടുകൂടെ പ്ലസ് നമ്മളോട് പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം, ഭൂമിയിലെ അനുഗ്രഹം മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹം. സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹമാണല്ലോ വേണ്ടത്. ഭൗതിക അനുഗ്രഹം അവിടെ ചെന്നിട്ട് യാതൊരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുവേശുവിൽ നമ്മളെ ദൈവം അനുഗ്രഹിച്ചു. മരണഭീതിയിലായിരുന്ന നമ്മളെ ദൈവം വിടുവിച്ചു. മരണഭീതിയിലായിരുന്ന നമ്മളെ, പ്രൈസ് ദി ലോർഡ്. എബ്രായ ലേഖനം 2-ന്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിച്ചതാണ്. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകൊണ്ട് അവരും അവരെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ക്രിസ്തുവിന്റെ മരണം മൂലം സാത്താന്റെയും അന്ധകാര ശക്തികളുടെയും ഹല്ലേലൂയ മേൽ നമ്മൾ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. അവരുടെ പരാജയം, അവർ നമ്മുടെ മുൻപിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നിർത്തുകയാണ്. നമ്മൾ ഇത്രത്തോളം ചിന്തിച്ച വിഷയത്തെ ഹല്ലേലൂയ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുത്ത് വളരെ ധ്യാനത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം എന്തിനായിരുന്നു, അതിന്റെ അനിവാര്യത എന്തായിരുന്നു, അതിന്റെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമ്മൾ വിശകലനം ചെയ്ത് ഈ 1 മണിക്കൂറിനുള്ളിൽ അത് ചിന്തിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചു. ഈ വചനകേൾവി നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ മീഡിയയെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നാൾക്കുനാൾ അനുഗ്രഹം പ്രാപിച്ചു മുന്നേറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ദൈവനാമത്തിൽ എന്റെ നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു. ആമേൻ.